ഒടുവിൽ സമാധാനം അരികെ. സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. US മുന്നോട്ട് വെച്ച 14 സമാധാന പദ്ധതി വിലയിരുത്തി വരികയാണെന്ന് ഇറാൻ. സമാധാന കരാർ വളരെ അടുത്താണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കുക, US ഉപരോധം പൂർണ്ണമായി പിൻവലിച്ച് ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകൾ പുനഃസ്ഥാപിക്കുക, ഹോർമുസിലെ ഉപരോധം ഇരു രാജ്യങ്ങളും പൂർണ്ണമായും പിൻവലിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കരാറിലുള്ളത്. സംഘർഷ സാഹചര്യം ഒഴിവാകുന്നെന്ന സൂചനയിൽ അന്താരാഷ്ട്ര എണ്ണവിലയിൽ ശക്തമായ ഇടിവ്. ബ്രന്റ് ക്രൂഡ് 10% ഇടിഞ്ഞ് $98.13 ആഴ്ചകൾക്ക് ശേഷമാണ് ക്രൂഡ് ഓയിൽ വില $100 താഴേക്ക് എത്തുന്നത്. ഡോളറിനെതിരെ രൂപ 61 പൈസ തിരിച്ചുപിടിച്ച് 94.57 മൂല്യമുയർത്തി. സ്വർണ്ണവിലയിലും കുത്തനെ വർധനവുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം 3.3% ഉയർന്ന് ഔൺസിന് $4706 ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിൽ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 2 തവണയായി 270 രൂപ വർദ്ധിച്ച് 13,945 രൂപയായി. പവന് 2,160 രൂപ വർദ്ധിച്ച് 1,17,560 രൂപയാണ് ഇന്നത്തെ വില. ഇറാൻ സംഘർഷത്തിൽ അയവുണ്ടാവുന്നെന്ന വാർത്തകൾ ഏറ്റെടുത്ത് കുതിച്ച ഇന്ത്യൻ ഓഹരി വിപണി 76,773 നിന്ന് 1,250 പോയിന്റ് തിരിച്ചുപിടിച്ച് 77,958 സെൻസെക്സ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 1.24% നേട്ടത്തോടെ 24,330 വ്യാപാരം അവസാനിപ്പിച്ചു. എണ്ണവില $100 താഴെ എത്തിയതും വിപണിക്ക് ആവേശം പകർന്നു. ബാങ്കിംഗ്, ഫിനാൻസ്, റിയൽറ്റി, ഓട്ടോ, ഫാർമ സെക്ടറുകൾ 2% മുന്നേറി. US വിപണിയും പോസിറ്റീവാണ്. വാൾസ്ട്രീറ്റ് ഫ്യൂച്ചേഴ്സ് 1.7% മുന്നേറിയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഗുജറാത്തിലേക്കും 1,570 കോടി രൂപയുടെ വഡിനാർ കപ്പൽ അറ്റകുറ്റ നിർമ്മാണശാലയ്ക്ക് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകി. കൊച്ചിൻ ഷിപ്പ്യാർഡും ദീൻദയാൽ പോർട്ട് അതോറിറ്റിയും ചേർന്നാണ് കപ്പൽശാല നിർമ്മിക്കുക. ഷിപ്പ് റിപ്പയറിങ്ങിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡ് 920 കോടി രൂപ നിക്ഷേപിക്കും. 300 മീറ്റർ വരെ നീളമുള്ള കപ്പലുകളുടെ അറ്റകുറ്റപ്പണി ഇവിടെ സാധ്യമാകും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി വില ഇന്ന് 3% മുന്നേറി.